ഹായ് എവ്രിവൺ. അപ്പോൾ ഞാനിതാ ഋഷിയുടെ റിസപ്ഷന് വേണ്ടി പോകാൻ നിൽക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അനിയനുണ്ട്, എൻ്റെ ഫ്രണ്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അനിയൻ പെട്ടെന്ന് റെഡിയായി, ഞങ്ങളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അധികവും എവിടെ പോകാനുണ്ടെങ്കിലും ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ 4 പേരും തന്നെയാണ് അധികവും എല്ലാ സ്ഥലത്തും ഒരുമിച്ച് പോകണം കേട്ടോ. അപ്പോൾ അതായപ്പോൾ റെഡിയായി സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുകയാണ് ഇവരൊക്കെ. അപ്പോൾ ഉമ്മ കുറച്ച് ഡ്രസ്സൊക്കെ ബാൽക്കണിയിൽ നിന്ന് എടുത്തിട്ട് ഹാളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലാറ്റ് ആകുമ്പോഴൊരു പ്രശ്നമാണല്ലോ, മെമ്പേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാട്. ഡ്രയറിലിട്ട് ഉണങ്ങി കിട്ടിയാലും ഒന്നുകൂടെ നമ്മൾ ആറിയിടണമല്ലോ. അപ്പോൾ ഉമ്മ സോഫയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുകയാണ്. ആൽഫ ഹൊറൈസണിൽ വെച്ചിട്ടാണ് നമ്മുടെ റിസപ്ഷൻ ഉള്ളത്. ഇപ്പോൾ ഋഷിയും ഐഷുവും ഒക്കെ അവിടെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഋഷി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എത്തിയില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇതപ്പോൾ ഇറങ്ങണു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ടേ നല്ല തിരക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫുൾ ടൈം ബ്ലോക്കാണ്. അതുകൊണ്ട് ഏത് സമയത്താണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു വഴി വന്നാലും സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി വന്നാൽ നല്ല ബ്ലോക്കാണുള്ളത്. എന്തായാലും ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. ഇന്ന് അനിയനാണ് ഡ്രൈവ് ചെയ്യണത്, അതുകൊണ്ട് എനിക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ഇങ്ങനെ ഇറിറ്റേഷൻ ആവില്ലേ. പ്രത്യേകിച്ച് ഈ ഒരുങ്ങിയിട്ടൊക്കെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടല്ലേ. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ സാരി കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുകയോ എന്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ആയിരിക്കും അധികം ഒരുമിച്ച് പോകുക, ഞാനും ഉമ്മയും അനിയത്തിയും ഫ്രണ്ടും കൂടെ. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഡ്രൈവ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അനിയും കൂടെ ഉള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിതാ അപ്പോൾ ആൽഫ ഹൊറൈസണിലെത്തി. അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസമാണ് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണു. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. ഒന്ന് നോക്കി എന്ത് രസമാണ് കാണാൻ. ബാക്ക് ഡ്രോപ്പൊക്കെ ശരിക്കും ഒരു ഹെവൻലി ഫീൽ അല്ലേ. എനിക്ക് അവിടെ ചെന്നപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു മനസ്സിൽ വന്നത്. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ കാണുമല്ലോ, എൻ്റെ റിസപ്ഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ബാക്ക് ഡ്രോപ്പ് ഇങ്ങനെ ആയിരിക്കണം, ഗ്രീനറി, നല്ല ലൈറ്റിങ്, നല്ല ഡെക്കറേഷൻസ്, പിന്നെ എല്ലാവരും ഹാപ്പി. ഒബ്വിയസ്ലി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ ഇങ്ങനെ ഒരു മൊമെൻറ്റിൽ. ഋഷിയും ഐഷു ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇങ്ങനെ മനസ്സ് നിറയും. ഋഷിയുടെ അമ്മയും ഋഷിയുടെ അച്ഛനും ബ്രദേഴ്സും ഒക്കെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഐഷുവിൻ്റെ അമ്മ, അനിയത്തി, എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും എൻ്റെ മമ്മിയും ഋഷിയുടെ അമ്മയും ഒരേ കളറ് സാരി ഇട്ട് കൊടുത്തത്. അത് കോയിൻസിഡൻസ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞാനും ഉമ്മ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത്, പുറത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പറയാം ഞങ്ങൾ രണ്ടുപേരും ഒരു കളറാണല്ലോ. എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് എനിക്കും ഉമ്മയ്ക്കും. ഇവിടെ വന്നപ്പോൾ ഋഷിയുടെ അമ്മയും സെയിം കളർ സാരിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, സെയിം കളർ സാരി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഋഷിയുടെ ഒരു മാരേജിനെ പറ്റി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുന്ന സമയത്ത് പറയാറുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഋഷിയുടെ കല്യാണം എന്നൊക്കെ. നമ്മൾ തമാശ പറഞ്ഞതാണ്, പക്ഷെ അത് ശരിക്കും നടന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഋഷി അത് അത്ഭുതത്തോടെ തന്നെയാണ് പറയുക. എന്തായാലും ഋഷിയും ഐഷുവും ഒരുപാട് കാലം സന്തോഷത്തോടെ ലൈഫ് ലോങ് അങ്ങ് ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർ രണ്ടുപേരും അത്രയ്ക്ക് സ്നേഹമാണ്. രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര സ്നേഹമാണ്, അറ്റാച്ച്മെൻ്റാണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ശരിക്കും ഒരു കപ്പിൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചോദിച്ചാൽ ഋഷീനെയും ഐഷുവിനെയും പറയാം. ഐഡിയൽ കപ്പിളാണ് കേട്ടോ അവർ. ഭയങ്കര സ്നേഹമാണ്. ഞാനത് ചുമ്മാ പറയുന്നൊന്നുമല്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയാണ്. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേർക്കും. അവർ രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്. അത് എന്നും ഇതുപോലെ തന്നെ നിലനിന്ന് പോട്ടെ. കാരണം എപ്പോഴും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അത് ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ് രണ്ടുപേരെയും. രണ്ടുപേരുടെയും ഫാമിലിയുടെ സപ്പോർട്ടോടുകൂടെ സന്തോഷത്തോടു കൂടെയാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷം മൊത്തത്തിലുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നല്ല ഫുഡായിരുന്നു. നല്ല നെയ്ച്ചോറും ബീഫും ചിക്കനും പാൽക്കപ്പ, ഫിഷ് കറി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ നല്ല ഡെസേർട്ട്സൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഡെസേർട്ട്സ് കഴിച്ചില്ല. അപ്പോഴേക്കും ബിഗ് ബോസ് ടീമുകളെല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ സെഷനൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ അതാ നമ്മൾ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെ അടുത്തും സംസാരിച്ചു. അങ്ങനെ ബായ് പറയാൻ പോവാണ്. അങ്ങനെ ടാറ്റ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇതാ ഈ വീഡിയോസ് ഒക്കെ എടുത്തു തന്നത് എൻ്റെ അനിയത്തിയാണ്, അപ്പു. അവളാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും എടുത്തു തരാറുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ
നല്ല മടിച്ചേ വീഡിയോ ഒന്നും എടുക്കൂല. അവൾ പാവം എല്ലാ വീഡിയോസും എടുക്കും. അപ്പോൾ കൂട്ടാൻ ഒരുപാട് നന്ദി.